ഹായ് ഫ്രണ്ട്സ്, ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂമുള്ള ഒരു 2 നില വീടിൻ്റെ വിശേഷമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഈ ഒരു വീടിൻ്റെ ലൊക്കേഷൻ വരുന്നത് ട്രിവാൻഡ്രം അന്തിയൂർക്കുളം എന്ന് പറഞ്ഞ സ്ഥലമാണ്. അപ്പോൾ നമുക്ക് പേയാട് നിന്ന് കാട്ടാക്കട പോകുന്ന റൂട്ടിൻ്റെ അവിടെയാണ് അന്തിയൂർക്കുളം എന്ന് പറഞ്ഞ സ്ഥലം വരുന്നത്. അപ്പോൾ അന്തിയൂർക്കുളം ജംഗ്ഷനിൽ നിന്ന് ഒരു 400 മീറ്റർ നമുക്ക് ട്രാവൽ ചെയ്താൽ നമുക്ക് ഈ ഒരു ലൊക്കേഷനിലെത്താൻ പറ്റും. ഫുള്ള് തന്നെ റെസിഡൻഷ്യൽ ഏരിയയൊക്കെ തന്നെയാണ്. വേറെയും വീടുകൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഫ്രണ്ടിൽ നമുക്ക് ടാറിട്ട റോഡ് തന്നെയാണ് നമുക്ക് ഫ്രണ്ട് പോർഷനിൽ വരുന്നത്. അപ്പോൾ ഈ ഒരു വീടിൻ്റെ വിശേഷമാണ് അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഈ ഒരു വീട് 4 സെൻറ്റിൽ 1650 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് പണിയേൽപ്പിച്ചിരിക്കുന്നത്. 4 ബെഡ്റൂമാണ്. ഞാൻ പറഞ്ഞ പോലെ ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂമാണ് നമുക്ക് ഈ ഒരു വീടിന് ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് പോകാം. അപ്പോൾ ഫ്രണ്ടിൽ വരുമ്പോഴത്തേക്ക് നമുക്കിവിടെ ഫോൾഡിങ് ഗേറ്റാണ് നമുക്കിവിടെ ഫുള്ള് കൊടുത്തിട്ടുള്ളത്. അകത്ത് വരുമ്പോൾ നമുക്ക് ഇൻ്റർലോക്ക് ഫുള്ള് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഫുള്ള് ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു 2 കാർ നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ ഫ്രണ്ട് പോർഷനിലുണ്ട്. ഇപ്പോൾ ഈ ഒരു വീടിന് കിണറും പൈപ്പ് കണക്ഷൻ അവൈലബിളാണ്. നമുക്ക് കിണർ ഈ ഭാഗത്ത് കാണാൻ സാധിക്കും. ഇവിടെ ആയിട്ട് നമുക്ക് ചെയ്തിട്ടുണ്ട്. പൈപ്പ് കണക്ഷനും നമുക്കിവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതാണ് നമുക്ക് ഈ വീടിൻ്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത്. ഇനി നമുക്കിത് ഇവിടെ ആയിട്ട് സിറ്റ് ഔട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സിറ്റ് ഔട്ട് നമുക്ക് 12x4 ഡയമെൻഷനിലാണ് നമുക്ക് ഈ ഒരു സിറ്റ് ഔട്ട് വരുന്നത്. അപ്പോൾ അതിൻ്റെ സൈഡിലായിട്ട് തന്നെ നമുക്കിവിടെ വാൾ ടൈലുണ്ട്, യൂസ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇവിടെ സിറ്റ് ഔട്ട് വരുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ ഉള്ളിലോട്ടുള്ള കാഴ്ചയാണ്. നമുക്ക് ഇവിടെ ആയിട്ട് ഒരു 2 ഡോർ വരുന്ന രീതിക്കാണ് ഇവിടെ ഫ്രണ്ട് എൻട്രൻസ് ഡോർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഫുള്ളും തന്നെ പ്ലാവിലാണ് നമുക്ക് ഈ ഒരു ഡോർ വരുന്നത്. ഈ ഒരു വീട് ഫുള്ളും തന്നെ കിഴക്ക് ദർശനമാണ് നമുക്ക് വരുന്നത്. അപ്പോൾ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുള്ള ഒരു ഡിസൈനാണ് നമുക്ക് ഇവിടുത്തെ ഈ ഒരു ഡോറിന് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വീടിൻ്റെ ഉള്ളിലോട്ടുള്ള കാഴ്ച കയറി കാണാം. അപ്പോൾ നമുക്ക് ഇനി ഈ വീടിൻ്റെ ഉള്ളിലോട്ടുള്ള കാഴ്ച കയറി കാണാം. അപ്പോൾ അകത്ത് നമ്മൾ വരുമ്പോഴത്തേക്ക് നമുക്ക് ആദ്യം ഒരു ലിവിങ് ഏരിയ കാണാൻ സാധിക്കും. ഇവിടെ ആയിട്ട് ഒരു TV യൂണിറ്റ് കൊടുത്തൊരു ലിവിങ് ഏരിയ കാണാൻ സാധിക്കും. പിന്നെ നമുക്ക് ഡൈനിങ് ഏരിയ അതിൻ്റെ തൊട്ടിപ്പുറത്താണ്. ഇതുവഴിയാണ് സ്റ്റെയർ മുകളിലോട്ട് പോകുന്നത്. ഡൈനിങ് ഏരിയ ഇവിടെ വരുന്നുണ്ട്. ഇവിടെ ആയിട്ടാണ് നമുക്ക് ഓപ്പൺ കിച്ചൺ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ബെഡ്റൂം നമുക്ക് ഈ ഒരു ഡൈനിങ് ഏരിയയുടെ ഈ ഒരു പോർഷനിൽ ഒരു ബെഡ്റൂം നമുക്ക് ലിവിങ് ഏരിയയുടെ സൈഡിൽ ഈ ഒരു പോർഷനിലോട്ടാണ് നമുക്ക് 2 ബെഡ്റൂമായിട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കപ്പോൾ ഓരോ വിശേഷമായിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് കയറി വരുമ്പോൾ ഈ കാണുന്ന ലിവിങ് ഏരിയയാണ് വരുന്നത്. അപ്പോൾ 16x12 ഡയമെൻഷനിലാണ് നമുക്ക് ഈ ഒരു ലിവിങ് ഏരിയ വരുന്നത്. ടൈല് കണ്ടോ, ഈ ഒരു പാറ്റേൺ ആണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ആയിട്ടാണ് ഈ ഒരു TV യൂണിറ്റ് വരുന്നത്. ഫുള്ള് തന്നെ ബോർഡ് വർക്ക് ചെയ്തിട്ടുള്ള ഒരു TV യൂണിറ്റാണ്. അത്യാവശ്യം വലിയ TV നമുക്ക് വയ്ക്കാൻ വേണ്ടിയുള്ള സ്പേസ് നമുക്ക് ഇവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ തൊട്ടിപ്പുറത്ത് നമുക്ക് മുകളിലോട്ടാണ് സ്റ്റെയർ വരുന്നുണ്ട്. അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ടാണ് നമുക്കിവിടെ ഡൈനിങ് ഏരിയ വരുന്നത്. അപ്പോൾ ഈ ഒരു ഡൈനിങ് ഏരിയ നമുക്ക് 12x10 ഡയമെൻഷൻ ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു ഡൈനിങ് ഏരിയ വരുന്നത്. ഇവിടെ ആയിട്ട് ഒരു വാഷിംഗ് ഏരിയ ഈ ഭാഗത്ത് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഒരു സിങ്ക് സ്റ്റോറേജ് സ്പേസ് ഇവിടെ വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ നമുക്കൊരു ഓപ്പൺ കിച്ചൺ ഈ ഭാഗത്ത് വരുന്നുണ്ട്. കണ്ടോ, ഇവിടെ ഒരു പാർട്ടിഷൻ പോലെ സംഭവം ചെയ്തിട്ടുണ്ട്. ഡെക്കോറായിട്ടൊക്കെ നമുക്ക് ഇവിടെ വയ്ക്കാൻ പറ്റും. പിന്നെ അകത്തോട്ട് വരുമ്പോഴത്തേക്ക് നമുക്കിവിടെ ഗ്രിപ്പിംഗ് ടൈല് നമുക്ക് കിച്ചൺ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഇവിടെ ഫുള്ള് ബോർഡ് വർക്കിൽ തന്നെ ചെയ്തിട്ടുള്ളതാണ് ഇവിടുത്തെ മെറ്റീരിയൽ വരുന്നത്. അപ്പോൾ നമുക്കൊരു ഒലീവ് ഗ്രീനും ഒരു ബ്ലാക്കും കളർ ഫിനിഷിലാണ് നമുക്ക് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇവിടെ ആയിട്ട് വരുന്ന ഒരു സിങ്ക് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കിച്ചണ് അത്യാവശ്യം നല്ല സ്പേസ് ഓറിയൻറ്റഡ് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ധാരാളം സ്റ്റോറേജ് സ്പേസ് നമുക്കിവിടെ കിച്ചണ് കാണാൻ സാധിക്കുന്നുണ്ടോ. ഇഷ്ടംപോലെ സ്റ്റോറേജ് സ്പേസ് ആയിരിക്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടുത്തെ കിച്ചൺ വരുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ ഓരോ ബെഡ്റൂം നോക്കാം. ഫസ്റ്റ് ഒരു ബെഡ്റൂം ഈ ഭാഗത്താണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഫസ്റ്റ് കാണുന്ന ബെഡ്റൂം 12x12 ഡയമെൻഷനിലുള്ളതിന് മുകളിൽ പ്രൊഫഷണൽ ലൈറ്റിംഗ് ആണ് സീലിംഗിൽ കൊടുത്തിട്ടുള്ളത്. ഇവിടുത്തെ വാർഡ്രോബ് ഉണ്ട്, അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു 3 ഡോർ പാറ്റേൺ ആണ് നമുക്ക് വരുന്നത്. അതിൽ നമുക്ക് വലിയ ഡോറാണ് വരുന്നത്. അത്യാവശ്യം നല്ല സ്പേസും ഉണ്ട്. ഇവിടെ ആയിട്ട് ഒരു മിറർ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, അപ്പോൾ ബോർഡ് വർക്കിൽ തന്നെ നമുക്കൊരു വുഡ് ആൻഡ് തീമിലാണ് നമുക്കിത് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയായിട്ടുള്ള ഒരു വാർഡ്രോബാണ്. തൊട്ടിപ്പുറത്ത് തന്നെ നമുക്കിവിടെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. PVC ഡോർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അകത്ത് വരുമ്പോൾ ഗ്രിപ്പിംഗ് ടൈലാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. ബാക്കി ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ടൈല് കണ്ടോ, ഈ ഒരു പാറ്റേൺ ആണ് നമുക്ക് വരുന്നത്. ഒരു ലീഫിൻ്റെ ഒക്കെ പാറ്റേൺ ആണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂം നോക്കാം. നമുക്ക് ഈ ഭാഗത്താണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ഒരു ഡൈനിങ് ഏരിയയുടെ ഈ ഭാഗത്താണ് നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നുണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ബെഡ്റൂം നമുക്ക് 12x10 ഡയമെൻഷനിലാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂം വരുന്നത്. അപ്പോൾ ഇവിടെ മുകളിലും പ്രൊഫൈൽ ചാനൽ ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ 2 വിൻഡോണ് ഈ 2 ഭാഗത്ത് വരുന്നത്. പിന്നെ നമുക്ക് ഇവിടെ അറ്റാച്ച്ഡ് ബാത്റൂം നോക്കാം. PVC ഡോർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയായിട്ടുള്ളൊരു ഡോറിൻ്റെ ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ തറയിൽ നമുക്ക് ഗ്രിപ്പിംഗ് ടൈല് കൊടുത്തിട്ടുണ്ട്. ബാക്കി ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. എല്ലാം നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. കണ്ടോ, അത്യാവശ്യം നല്ല സ്പേസും ഉണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടുത്തെ ഗ്രൗണ്ട് ഫ്ലോറിലെ വിശേഷം വരുന്നത്. ഇനി നമുക്ക് ഇവിടെ ഫസ്റ്റ് ഫ്ലോറിലായിട്ടാണ് പോകേണ്ടത്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് കയറിയാണ് നമുക്ക് ഇനി മുകളിൽ പോകേണ്ടത്. അപ്പോൾ നമുക്ക് സൈഡിലെ ഹാൻഡിൽസ് ഫുള്ളും തന്നെ സ്റ്റീലിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് കയറി നമുക്ക് മുകളിലോട്ട് പോകാം.
ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നോക്കുമ്പോഴത്തേക്ക് ഇവിടെ നമുക്ക് നല്ല കാറ്റ് ഉള്ളിലോട്ട് കിട്ടാൻ വേണ്ടിയുള്ള സംഭവമൊക്കെ ചെയ്തിട്ടുണ്ടോ. പിന്നെ നമുക്ക് മുകളിൽ കയറിയിട്ട് ബാക്കി കാഴ്ച കാണാം. അപ്പം നമ്മൾ മുകളിലെത്തുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ ഒരു ലിവിങ് ഏരിയ കാണാൻ സാധിക്കും. 20x12 ഡയമെൻഷനിലാണ് നമുക്ക് ലിവിങ് ഏരിയ വരുന്നത്. ഇവിടെ നമുക്ക് 2 ബെഡ്റൂം നമുക്ക് വരുന്നുണ്ട്. ഒരു ബെഡ്റൂം ഈ ഭാഗത്ത്, ഒരു ബെഡ്റൂം ഇപ്പുറത്ത്, 2 ബെഡ്റൂം അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടുത്തെ ലിവിങ് ഏരിയ വരുന്നത്. ബാക്കിൽ ആ ഡിസൈൻ കാണാം, നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് നമുക്ക് ഇവിടുത്തെ ഡിസൈൻ വരുന്നത്. നമുക്ക് മുകളിൽ നിന്ന് ലൈറ്റിങ് നന്നായിട്ട് കിട്ടുന്നുണ്ട്. ഇവിടെ നിന്നും നമുക്ക് അത്യാവശ്യം നല്ല കാറ്റ് കിട്ടുന്നുണ്ട്. അങ്ങനെയാണ് നമുക്ക് ഇവിടുത്തെ ലിവിങ് ഏരിയ വരുന്നത്. ഇപ്പോൾ നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള സ്പേസ് ഇതാ ഈ ഭാഗത്താണ് കൊടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് 2 ബെഡ്റൂം നോക്കാം. ഒരു ബെഡ്റൂം ഇതാ ഇവിടെയാണ് വരുന്നത്. ടൈലെല്ലാം നമ്മൾ താഴെ കണ്ടത് ഒരു പാറ്റേൺ തന്നെയാണ്. മുകളിൽ നമുക്ക് പ്രൊഫൈൽ ചാനൽ ലൈറ്റിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ ആയിട്ട് ഒരു 2 ഡോർ വരുന്ന ഒരു വാർഡ്രോബ് ഇതാ ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ആയിട്ട് ഒരു മിറർ ഇതാ ഈ ഭാഗത്താണ് നമുക്ക് ഈ ഒരു വാർഡ്രോബ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂം PVC ഡോർ തന്നെ കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഉള്ളിൽ വരുമ്പോൾ ഗ്രിപ്പിംഗ് ടൈൽ കൊടുത്തിട്ടുണ്ട്. ബാക്കി ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് തന്നെയാണ് നമുക്ക് ഇവിടെ വരുന്നത്. അപ്പോൾ ഇവിടെ ആയിട്ട് നമുക്കൊരു മിററും ഒരു ലൈറ്റിംഗ് വരുന്നുണ്ട്. അപ്പോൾ ബാക്കിയെല്ലാം തന്നെ നമുക്ക് ടൈലിംഗ് എല്ലാം നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമതൊരു ബെഡ്റൂമോ ഇവിടെ വരുന്നത് ഈ ഭാഗത്താണ്. തറയിലെ ടൈലിംഗ് എല്ലാം ഇതാണ് കൊടുത്തിട്ടുള്ളത്. മുകളിൽ പ്രൊഫൈൽ ചാനൽ ലൈറ്റിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ ആയിട്ടാണ് നമുക്ക് വിൻഡോസ് ഒക്കെ വരുന്നത്. ഇവിടെ നമ്മൾ താഴെ കണ്ടാതെ ഒരു രീതിക്കുള്ള വലിയ ഒരു ബാത്റൂം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. PVC ഡോർ തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഫിറ്റിംഗ് ടൈൽ വരുന്നുണ്ട്. ബാക്കി ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് തന്നെയാണ് കോമൺ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടുത്തെ ബാൽക്കണി നോക്കാം. ഈ ഭാഗത്താണ് നമുക്ക് ഇവിടുത്തെ ബാൽക്കണി വരുന്നത്. ഇപ്പോൾ 12x4 ഡയമെൻഷനിലാണ് നമുക്ക് ഈ ഒരു ബാൽക്കണി വരുന്നുണ്ടോ. മുകളിലൂടെ സ്പോട്ട് ലൈറ്റാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. ഇത്രയും ഏരിയയാണ് നമുക്ക് ഇവിടുത്തെ ബാൽക്കണിക്ക് വരുന്നത്. ഇതിൻ്റെ പുറകെ വശത്തായിട്ട് ഇവിടെയാണ് നമുക്കൊരു ബാൽക്കണി ഏരിയ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബാൽക്കണി നമുക്ക് 12x4 ഡയമെൻഷനിലാണ് നമുക്ക് ഇവിടുത്തെ ബാൽക്കണി വരുന്നുണ്ട്. ഇത്രയും സ്പേസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ടെറസിന് മുകളിലോട്ട് പോകേണ്ടത് ഈ ഒരു സ്റ്റെയർ കയറിയിട്ടാണ് നമുക്ക് മുകളിലോട്ട് പോകേണ്ടത്. ഇത്രയും സ്പേസ് കൂടെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 4 ബെഡ്റൂമുള്ള ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂം, മുകളിൽ 2 ബെഡ്റൂമുള്ള ഈ ഒരു വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് നമുക്ക് 62 ലക്ഷം മാത്രമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീട് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഈ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്ത് വരാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഹോം ലോണാണ് നോക്കുന്നതെങ്കിൽ നമ്മുടെ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് വന്നാൽ നിങ്ങൾക്ക് ഹോം ലോൺ നമുക്ക് അറേഞ്ച് ചെയ്ത് തരാൻ സാധിക്കുന്നതായിരിക്കും. നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരെങ്കിലും വീട് വാങ്ങിക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ബഡ്ജറ്റ് ലോ ആണ് അല്ലെങ്കിൽ കുറച്ചുകൂടി ഹൈ ആയിട്ടുള്ള വീടാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നമ്മുടെ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ട്രിവാൻഡ്രത്ത് അവൈലബിൾ ആയിട്ടുള്ള നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള വീട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പം പെട്ടെന്ന് തന്നെ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ഈ വീട് ഇഷ്ടപ്പെട്ടാൽ വന്ന് കാണാവുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെയുള്ള വീടിൻ്റെ വിശേഷങ്ങൾ അറിയാനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീടിൻ്റെ വിശേഷമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോ കടന്നു വരാം. എല്ലാവർക്കും നന്ദി.